Hello guys, thanks for checking back on my channel, Mr. Chef. നമ്മുടെ ചാനലിൽ അധികം അപ്ലോഡ് ചെയ്യാത്തൊരു ഐറ്റമാണ് സൂപ്പ്. നമ്മുടെ വ്യൂവേഴ്സിൽ കുറേ പേര് നല്ല സൂപ്പുകളുടെ റെസിപ്പി അപ്ലോഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ലൊരു അടിപൊളി ചൈനീസ് സൂപ്പാണ്, ഹോട്ട് ആൻഡ് സോൾ ചിക്കൻ സൂപ്പ്. ഈ റെസിപ്പി നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെ ഈ സൂപ്പ് ഉണ്ടാക്കുന്നു ആ സെയിം രീതിയിലാണ് നമ്മൾ ഈ സൂപ്പ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്, നമ്മൾ ആദ്യം ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ചിക്കൻ സ്റ്റോക്കാണ് നമ്മുടെ ഈ സൂപ്പിന് ഉണ്ടാക്കുന്നത്. ഈ 5 സ്റ്റാർ ഹോട്ടലുകളിൽ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർ ഗ്രേഡിംഗ് ഉള്ള റെസ്റ്റോറൻറ്റുകളിൽ ഹോട്ടലുകളിലൊക്കെ നമ്മളുടെ ഡിഷസ് പ്രിപ്പയർ ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ സൂപ്പുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നതും സ്റ്റോക്കാണ്. അത് ചിക്കൻ ആവാം, ബീഫ് ആവാം, ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ആകാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന്, എങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു 5 സ്റ്റാർ സ്റ്റാൻഡേർഡിൽ നമുക്ക് എങ്ങനെ സൂപ്പ് ഉണ്ടാക്കാം. അതേമാതിരി തന്നെ നമ്മളുടെ ഇതുമാതിരിയുള്ള റെസ്റ്റോറൻറ്റുകളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഡിഷുകളുടെ ടേസ്റ്റിൻ്റെ ബേസ് എന്തുകൊണ്ടാണെന്നുള്ള ആ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ റെസിപ്പിയും വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. നമ്മൾ ഒരു റെസിപ്പി തന്നെ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോയുടെ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് വളരെയധികം നിങ്ങളുടെ കുക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്യാം, ഇതിൻ്റെ മിസംബ്ലസ് എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് സൂപ്പ് ഉണ്ടാക്കാനും സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കാണുന്ന വെജിറ്റബിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് 2 രീതിയിൽ കട്ട് ചെയ്യണം. ഒന്ന്, സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് റഫലിയും, പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് ജൂലിയനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് അടുത്തായിട്ട് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കത്തിൻ്റെ 1/3 നമുക്ക് കട്ട് ചെയ്തെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിൽ നമ്മൾ വലിയ പീസ് നമ്മൾ സ്റ്റോക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റോക്കിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി റഫലിയാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തായി നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മളുടെ സൂപ്പ് ഉണ്ടാക്കാനുള്ള രീതിയിലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് ജൂലിയനാണ്. ജൂലിയനായിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യുന്നതിനാണ് ജൂലിയൻ എന്ന് പറയുന്നത്. അടുത്തായി നമ്മൾ എടുത്തേക്കുന്നത് ഒരു ക്യാബേജിൻ്റെ 4/1. സ്റ്റോക്കിനായിട്ട് റഫ്ലി കട്ട് ചെയ്യുകയും അതുമാതിരി നമ്മുടെ സൂപ്പിനായിട്ട് ജൂലിയനായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ജൂലിയനായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്ര മാത്രമാണ് സൂപ്പിനായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് റഫ്ലി കട്ട് ചെയ്തെടുക്കാം. അടുത്തായി നമ്മൾ ഉപയോഗിക്കുന്നത് സുക്കിനിയാണ്. സുക്കിനി എന്നുള്ള വെജിറ്റബിൾ നമ്മുടെ നാട്ടിലധികം കിട്ടാനില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സുക്കിനി നമ്മൾ ജൂലിയനായിട്ടും അടുത്തത് നമുക്ക് ജസ്റ്റ് റഫ്ലി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തായി നമ്മൾ ഉപയോഗിക്കുന്നത് ഒനിയനാണ്. ഒരു ഒനിയൻ്റെ പകുതി നമുക്ക് ജൂലിയനായിട്ട് കട്ട് ചെയ്തെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പകുതി നമുക്ക് ജസ്റ്റ് റഫ്ലി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തായി നമ്മൾ ഉപയോഗിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്യാരറ്റാണ്. ക്യാരറ്റിൻ്റെ ഒരു 1/3 നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ജൂലിയനായിട്ട് കട്ട് ചെയ്യാം. അടുത്തായിട്ട് ബാക്കിയുള്ള ക്യാരറ്റ് നമുക്ക് ജസ്റ്റ് റഫ്ലി ഒന്ന് കട്ട് ചെയ്യാം. അടുത്തായി നമ്മൾ ഉപയോഗിക്കുന്നത് മഷ്റൂംസ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ക്യാൻഡുള്ള മഷ്റൂം കിട്ടാനുണ്ട്, അതുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ കുറച്ച് നമുക്ക് സൂപ്പിനായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള മഷ്റൂം നമുക്ക് റഫ്ലി ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാം. അടുത്തായി നമ്മൾ എടുത്തേക്കുന്നത് 1 കുടം വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമുക്ക് ജസ്റ്റ് ഒന്ന് നടുവേ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റോക്കിൻ്റെ പോട്ടിലേക്ക് ഇടാം. അതുമാതിരി നമ്മളൊരു മീഡിയം സൈസിലുള്ളൊരു ജിഞ്ചറും കൂടി എടുത്തിട്ടുണ്ട്. ജിഞ്ചർ നമുക്ക് റഫ്ലി കട്ട് ചെയ്തതിന് ശേഷം പോട്ടിലേക്ക് ഇടാം. അടുത്തായി നമ്മൾ ഉപയോഗിക്കുന്നത് സെലറിയാണ്. സെലറി നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സൂപ്പിന് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ജൂലിയനായിട്ട് തന്നെ അധികം കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള നമ്മൾ റഫ്ലി കട്ട് ചെയ്ത് നമ്മളുടെ പോട്ടിലേക്ക് ഇടാണ്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലീക്സ് ആണ്. ലീക്സ് നമ്മുടെ നാട്ടിൽ വളരെ റെയറായിട്ടാണ് കിട്ടാനുള്ളത്. കിട്ടുവാണെങ്കിൽ ഉപയോഗിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് വേറെ ഏത് വെജിറ്റബിൾ ആയാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള സെലറി നമുക്ക് ജസ്റ്റ് റഫ്ലി ഒന്ന് കട്ട് ചെയ്ത് നമ്മളുടെ പോട്ടിലേക്ക് നമുക്കിതിടാം.
അടുത്തതായി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ സ്പ്രിംഗ് ഒനിയൻ അല്ലാന്നുണ്ടെങ്കിൽ സ്കാലിയൻ ആണ്. സ്കാലിയൻ നമുക്ക് കുറച്ച് നമ്മളുടെ സൂപ്പിനെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് നമ്മളുടെ സ്റ്റോക്കിൻ്റെ പോട്ടിലേക്ക് ഇടാൻ പറ്റുന്നതാണ്. നമുക്ക് അടുത്തായിട്ട് നമുക്ക് 2 എഗ്ഗ് ക്രാക്ക് ചെയ്ത് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ സൂപ്പിനുള്ള വെജിറ്റബിൾ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ നമ്മൾ സ്റ്റോക്കിനായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ റഫ്ലി കട്ട് ചെയ്ത് നമ്മളൊരു പോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പോട്ടിലേക്ക് ഇടുന്നത് നമ്മൾ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ നമ്മളുടെ സ്റ്റോക്കിൻ്റെ പോട്ടിലേക്ക് ഇടുകയാണ് നമ്മൾ. അടുത്തായി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 1.5 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിക്കാം. ഞാനിന്ന് ഉപയോഗിക്കുന്നത് 1.5 ലിറ്റർ വെള്ളമാണ്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തായി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഏകദേശം 1 മണിക്കൂർ തുടങ്ങി 1.5 മണിക്കൂർ വരെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാക്സിമം നന്നായിട്ട് ബോയിൽ ചെയ്ത് നമ്മളുടെ വെജിറ്റബിളിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ എക്സ്ട്രായിട്ട് നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്ത് നമ്മളുടെ വെള്ളത്തിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മളിത് സ്ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് റെഡിയാകുന്നവരെ നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 1.5 മണിക്കൂർ നന്നായിട്ട് ബോയിൽ ചെയ്ത് നമ്മളുടെ വെജിറ്റബിൾസും നമ്മളുടെ മീറ്റെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ വളരെയധികം കുറവാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. എനിവേ ഇത് നമ്മളുടെ സ്റ്റോക്ക് നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്ക് നമ്മൾ ബോയിൽ ചെയ്യുമ്പം സ്റ്റോക്കിൻ്റെ മുകളിൽ ഒരു വെളുത്ത പാട മാതിരി ഒരു സംഭവം വരുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അത് നമുക്ക് ലാഡിൽ കൊണ്ട് പതുക്കെ എടുത്ത് മാറ്റാം. അതിന് സ്കം എന്നാണ് പറയുന്നത്. നമ്മളുടെ സ്റ്റോക്കിലുള്ള ഇമ്പ്യൂരിറ്റി എല്ലാം തിളച്ച് മുകളിൽ വരുന്നതാണ്. അതെടുത്ത് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തായി നമുക്കൊരു പാത്രം എടുത്ത് വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്കൊരു സ്ട്രെയിനർ എടുത്ത് വെച്ച് നമ്മളുടെ സ്റ്റോക്ക് നമുക്കിന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമുക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ക്യാരറ്റും നമ്മളുടെ വെജിറ്റബിളും എല്ലാം നല്ല രീതിയിൽ വെന്ത് ഇതിൻ്റെ ജ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എല്ലാം നമ്മളുടെ സ്റ്റോക്ക് വാട്ടറിലേക്ക് വന്നിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഒരു തവി കൊണ്ട് നമുക്ക് പ്രസ് ചെയ്ത് മാക്സിമം നമ്മളുടെ സ്റ്റോക്ക് വാട്ടർ നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയതാണ് ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഏത് ചിക്കൻ ഡിഷസ് ഉണ്ടാക്കുമ്പോഴും ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് ചിക്കൻ്റെ സൂപ്പ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഉണ്ടാക്കിയതിന് ശേഷം അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഫാർ ബെറ്റർ ആയിട്ട് വരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് 5 സ്റ്റാർ ഹോട്ടലുകളിലെ അല്ലാതെ സ്റ്റാർ ഗ്രേഡിംഗ് ഉള്ള റെസ്റ്റോറൻറ്റുകളിലെ ഫുഡിൻ്റെ ടേസ്റ്റിന് കാരണം എന്താണെന്ന്. ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് വളരെയധികം കൂടാനായിട്ടുള്ള കാരണം. അതുമാതിരി തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് ബീഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ ഉണ്ടാക്കിയ സ്റ്റോക്കിൽ നമ്മൾ ചിക്കന് പകരം ബീഫിൻ്റെ ബോൺസ് അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അതിൻ്റേതായ രീതിയിൽ സ്റ്റോക്കായിട്ട് മാറുന്നതാണ്. അതുമാതിരി തന്നെ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഹോൾ ചിക്കൻ നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ്റെ ബോൺലെസ് ചിക്കൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോൺലെസ് ചിക്കൻ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്ന ബോൺസ് മാത്രം നമുക്ക് ബോയിൽ ചെയ്തിട്ടായാലും ഉണ്ടാക്കാൻ പറ്റും. സാധാരണ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഹോൾ ചിക്കൻ വെച്ചും നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം. അതുമാതിരി തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോൾ ഞാനിന്ന് ഉപയോഗിച്ച കുറച്ച് വെജിറ്റബിൾസ് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ കിട്ടാനുണ്ടാവില്ല. നിങ്ങളുടെ വീട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോക്കൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഏത് വെജിറ്റബിളും ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇന്നത് തന്നെ ഉപയോഗിക്കണമെന്നില്ല. പക്ഷേ ഞാനിന്ന് കാണിക്കുന്നത് ഏകദേശം നമ്മളുടെ 5 സ്റ്റാർ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് ആണ് എന്നോർത്തുകൊണ്ട് നിങ്ങൾ അതിനെ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോക്കൽ സൂപ്പർ മാർക്കറ്റിൽ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന എന്ത് വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റിൽ വലിയ വ്യത്യാസം വരില്ല. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസിൻ്റെയും മീറ്റിൻ്റെയും എക്സ്ട്രാക്റ്റ്, അതായത് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്ത് ഇതിൻ്റെ സത്തുകളൊക്കെ നമ്മൾ എടുത്ത് ആ വെള്ളം സ്ട്രെയിൻ ചെയ്ത് കിട്ടുന്ന വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ വെള്ളത്തിലാണ് നമ്മളുടെ ടേസ്റ്റും ബേസിക്കലി ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് അല്ലാന്നുണ്ടെങ്കിൽ ഏത് മീറ്റ് ഉപയോഗിച്ചിട്ടായാലും ഈ സ്റ്റോക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുമാതിരി തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഫ്രീസറിലേക്ക് വെച്ചിട്ട് 6 മന്ത് വരെ നമുക്ക് ഈസി ആയിട്ട് കേടുകൂടാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്ത നമ്മളുടെ സ്റ്റോക്കിൽ നിന്ന് നമ്മളുടെ ചിക്കൻ എടുത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. നമ്മളുടെ ചിക്കൻ നമുക്കൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം.
നമ്മൾ 1.5 മണിക്കൂർ നന്നായിട്ട് വേവിച്ചുകൊണ്ട് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഷ്രെഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്ത സ്റ്റവ് എടുത്ത് വെച്ച് ഓൺ ആക്കിയതിന് ശേഷം നമുക്കൊരു പാൻ എടുത്ത് സ്റ്റൗവിലേക്ക് വെക്കാം. നമ്മുടെ പാൻ നന്നായി ചൂടായതിനു ശേഷം നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. നമുക്ക് സിസേം സീഡ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. 50 ഗ്രാം വീതം ജിഞ്ചറും ഗാർലിക്കും നമുക്ക് ഓയിലിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ കാണുന്ന മാതിരി നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അടുത്തായി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തായി നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് സോയാ സോസ്, 1/4 കപ്പ് വിനെഗർ, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പൊടിച്ച കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തായിട്ട് നമ്മളുടെ വെജിറ്റബിൾസ് ഒന്ന് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ വെജിറ്റബിൾ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. അടുത്തായി നമുക്ക് നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്തെടുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മളുടെ സ്റ്റോക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നമ്മളുടെ സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് ബോയിലാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ സൂപ്പ് ഇവിടെ ചെറുതായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അടുത്തായി നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത എഗ്ഗ് ഇതിലേക്ക് നമുക്ക് പതുക്കെ നമുക്ക് ഒഴിക്കാം. ഒഴിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിന് കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ചിക്കനും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തായി നമ്മൾ 1.5 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നമുക്ക് ഒഴിക്കാം. നമ്മുടെ സൂപ്പ് ഒന്ന് തിക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒഴിക്കുന്ന അപ്പം തന്നെ നന്നായിട്ട് ഇളക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ലംസ് വരാനായിട്ട് കാരണമാകും. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ സൂപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ നമുക്കിത് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം നമുക്ക് ബോളുകളിലേക്ക് എടുത്ത് നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ സൂപ്പ് ഇവിടെ റെഡിയുണ്ട്. ജസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഗ്രീൻ ഒനിയൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്പ്രിംഗ് ഒനിയൻ നമുക്ക് കട്ട് ചെയ്ത് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. അത്യാവശ്യം നല്ല ചൂടാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് ട്രൈ ചെയ്യണം. നമ്മുടെ സൂപ്പ് നല്ല റിച്ച് ഫ്ലേവറിലാണ് ഇരിക്കുന്നത്. നല്ല അത്യാവശ്യം സ്പൈസിനെസ് ഉണ്ട്, പിന്നെ സവർ ടേസ്റ്റ് ഉണ്ട്. സ്പൈസിനെസ് ഒരു മീഡിയം പ്ലസ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സ്പൈസിനെസ് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പെപ്പർ പൗഡർ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുമാതിരി ഞാൻ പറയാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കി റെഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയത് 1.25 ലിറ്റർ സ്റ്റോക്കാണ്. 1.25 തുടങ്ങി 1 ലിറ്റർ അതിൻ്റെ ഇടയിലാണ്, ഇൻ ബിറ്റ്വീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള നമ്മൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിരിക്കുന്നതും ആ മെഷർമെൻറ്റിലാണ്. പിന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് ഉണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിന് പകരം നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റോക്ക് ഉണ്ടാക്കി തന്നെ ഉണ്ടാക്കാനാണ്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഫാർ ബെറ്റർ ആയിരിക്കും. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ സ്റ്റോക്ക് ഉണ്ടാക്കി അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഗൈസ്, എനിവേ നല്ലൊരു റെസിപ്പിയാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇച്ചിരി ഡിഫിക്കൽട്ടാണ് ഞാൻ കാണിച്ച രീതിയിൽ ഉണ്ടാക്കാനെന്നുണ്ടെങ്കിലും, പക്ഷേ ഇത് റിയലി വർത്ത് ഇറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി. എനിവേ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് വളരെയധികം അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെസിപ്പികൾ ഷെയർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമാതിരത്തെ വീഡിയോസ് കാണുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ബെല്ലൈക്കനോടെ എനേബിൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുറേ പേര് നമ്മളുടെ
കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. നോട്ടിഫിക്കേഷൻ കിട്ടാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്തതുകൊണ്ടും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പുതിയ പുതിയ റെസിപ്പികൾ കാണുവാനായിട്ടും പുതിയ പുതിയ ഐഡിയാസ് കിട്ടുവാനായിട്ടും നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, until I see you with a different video. Bye bye.